Hi everyone, welcome back to Creative Zone. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, അധികം സമയമൊന്നും എടുക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ബോട്ടിൽ എന്ന് പറയുന്നത് ഒരു അച്ചാർ കുപ്പിയാണ്. നമ്മളുടെ വേസ്റ്റ് ആകുന്ന കുപ്പികളൊന്നും ഇനി ഒഴിവാക്കണ്ട. ഇതുപോലെ എന്തെങ്കിലും ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്താൽ നമുക്ക് വീട്ടിലൊക്കെ വെക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു ജൂട്ടിൻ്റെ ത്രെഡാണ്. ഈ ഒരു ജൂട്ടിൻ്റെ ത്രെഡ് നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നീട് സെല്ലോ ടേപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പ്രേ പെയിൻറ്റ് നമ്മൾ ബോട്ടിലിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ പെയിൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും യൂസ് ചെയ്യാം. ഞാനിവിടെ ഇതിൻ്റെ ബേസ്, ഈ ബോട്ടിലൊരു ബേസ് ചെയ്യാനായിട്ട് സ്പ്രേ പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം അല്ലേ. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ ഒരു സെല്ലോ ടേപ്പ് ഈ ഒരു കുപ്പിയുടെ താഴ്വശത്തും അതുപോലെ തന്നെ മേളിലുമായിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ചുറ്റും ഞാനിങ്ങനെ റൗണ്ട് ചെയ്ത് ഈ ഒരു സെല്ലോ ടേപ്പ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന സെല്ലോ ടേപ്പ് ട്രാൻസ്പെറൻറ്റ് സെല്ലോ ടേപ്പാണ്. അതുകൊണ്ട് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുമല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു പോർഷനിലാണ് ഇപ്പം നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. ഇനി മിഡിൽ ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ മേൽവശത്ത് ഈ ഒരു പോർഷനിലാണ് ഇനി നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ ആ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ഭാഗത്ത് പെയിൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി ഇതങ്ങനെ ചെയ്യുന്നത് നോക്കാം അല്ലേ. അങ്ങനെ നമ്മളുടെ സ്റ്റിക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മേളിൽ നമ്മൾ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി സ്പ്രേ പെയിൻറ്റ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് ആക്രിലിക് പെയിൻറ്റും ഇതിൻ്റെ മേളിൽ ബേസായിട്ട് കൊടുക്കാവുന്നതാണ്. സ്പ്രേ പെയിൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുപ്പിയുടെ അകത്തേക്ക് സ്പ്രേ പെയിൻറ്റ് ആവാതെ ശ്രദ്ധിക്കണം. മാക്സിമം കമഴ്ത്തി വെച്ചിട്ട് സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ കുപ്പിയിലെ പെയിൻ്റ് എല്ലാം സെറ്റായിട്ടുണ്ട്. ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്താൽ മതി. സ്പ്രേ പെയിൻ്റ് ആകുമ്പോഴുള്ളൊരു ഗുണം അതാണ്. 15 മിനിറ്റിനകത്ത് ഇത് സെറ്റായി കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സെല്ലോ ടേപ്പ് എല്ലാം ഇനി ഒന്ന് അഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട് നമ്മളുടെ കുപ്പിയെന്ന് നോക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. സെല്ലോ ടേപ്പ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കുപ്പി കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി സിമ്പിൾ ബോട്ടിൽ ആർട്ട് ഇഷ്ടപ്പെടുന്നവർ ഈ കുപ്പിന്മേൽ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമല്ല. ഇത് ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിന്മേൽ ഒരു കുഞ്ഞു വർക്ക് എന്തെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മേളിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡോട്ട് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആക്രിലിക് പെയിൻറ്റ്സ് തന്നെയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനിയും നിങ്ങളുടെ അടുത്ത് ഡോട്ടിങ് ടൂൾസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു ഞാൻ എങ്ങനെയാണ് ഡോട്ട്സൊക്കെ എൻ്റെ കയ്യിലുള്ള എക്യുപ്മെൻറ്റ്സ് വെച്ച് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിനി ചെയ്തു തുടങ്ങിയാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഡോട്ടിങ് ഈ ഒരു കുപ്പിയുടെ ചുറ്റും ഇങ്ങനെ ചെയ്തു കൊടുക്കാം. സെക്കൻഡ് ലെയറും നമ്മൾ ബോട്ടിലിൻ്റെ താഴ്വശത്തായിട്ടാണ് ചെയ്യുന്നത്. സെയിം സ്റ്റെപ്പ് തന്നെയാണ് അവിടെയും നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ വൈറ്റ് കളറിൽ ഡോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഇതിനകത്ത് നമ്മൾ ബ്ലാക്ക് കളർ ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം.
ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഒരു കുഞ്ഞു ഡോട്ടിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു ഡോട്ടിംഗ് ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നമുക്ക് പെൻസിലിൻ്റെ നിബ്ബ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടി നോക്കാം. അങ്ങനെ നമ്മളുടെ ബോട്ടിന്മേലുള്ള പെയിൻറ്റിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ ഒരു ജൂട്ടിൻ്റെ ത്രെഡ് കാണിച്ചിരുന്നല്ലോ, അത് വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഡെക്കറേഷനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ജൂട്ടിൻ്റെ ത്രെഡ് ഇങ്ങനെയൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഗ്ലൂ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിയതിന് ശേഷം ഒരു 3 ലെയറായിട്ട് ചുറ്റിയതിന് ശേഷം ഇങ്ങനെയൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ കെട്ടിട്ടതിന് ശേഷം എക്സ്ട്രാ വരുന്ന ത്രെഡിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് പെട്ടെന്ന് ചെയ്തിട്ടെടുക്കാം. നമ്മളുടെ ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഏതൊരു ബിഗിനറായിട്ടുള്ള ആൾക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഇനി മുതൽ ആരും അച്ചാർ കുപ്പി ഒന്നും പുറത്തേക്ക് ഇടേണ്ട, നമുക്ക് ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ശുഭദിനം.